ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എന്തുണ്ടാക്കാൻ പോണേന്ന് വെച്ചാൽ ചിക്കൻ മക്രോണിയാണ്. സംഭവം ഞാൻ അധികം അങ്ങനെ കുക്ക് ചെയ്യൊന്നുമില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കും, ഇങ്ങനെ യൂട്യൂബിലെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. പക്ഷെ ഇത് അങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒന്നും കണ്ടിട്ടല്ല കേട്ടാ. എന്താന്ന് വെച്ചാ ഹോസ്റ്റലിലേക്ക് ഹന്നിടയ്ക്ക് ഇങ്ങനെ ചിക്കൻ മക്രോണിക്ക് കൊണ്ടുവരലുണ്ട് കേട്ടാ. അപ്പൊ അതെനിക്ക് നല്ല ഇഷ്ടമാവാറുണ്ട്. അപ്പൊ എന്തായാലും എന്റെ വീട്ടിലും അത് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ഞാൻ കുറേ വിചാരിക്കണു. പക്ഷെ ഹോസ്റ്റലിൽ നിന്നൊക്കെ വെള്ളിയാഴ്ച വീട്ടിലേക്ക് വരുമ്പോന്ന് വെച്ചാൽ ആകെ 2 ദിവസമല്ലേ കിട്ടുക. അപ്പൊ ഓരോരോ തിരക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാറില്ല കേട്ടാ. അപ്പൊ ഇന്നെന്തായാലും വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അനിയനോട് കടയിൽ പോയിട്ട് വന്നപ്പോ മക്രോണി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനും അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല, ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഞാൻ മക്രോണി കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്താൽ മതി. ഇത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിക്കുള്ള മസാലയും ചിക്കനും റെഡിയാക്കി എടുക്കുക. ചൂടായ പാനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ആട്ടോ ആദ്യം ചേർക്കണത്. അങ്ങനെ അതൊക്കെ വഴണ്ടി വരുമ്പോ അരിഞ്ഞു വെച്ച് സവാള ചേർക്കാം. 3 സവാള ആട്ടോ ഞാൻ എടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് സവാളൊക്കെ വഴറ്റുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ചേർക്കണത്. അങ്ങനെ പൊടികളൊക്കെ ചൂടായി വന്നപ്പോൾ മസാല പുരട്ടി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ ഇതിൻ്റെ കൂടെ നന്നായി വഴറ്റി എടുക്കുന്നുണ്ട്. കുറേ നേരം വഴറ്റിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ നന്നായി വെന്ത് വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച മക്രോണി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ മക്രോണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, അപ്പൊ ഞാൻ തന്നെയാട്ടോ ആദ്യം കഴിച്ചു നോക്കണത്. അപ്പൊ ഗൈസ്, ഞാൻ മാത്രമല്ല കേട്ടാ, വീട്ടിൽ എല്ലാവരും കഴിച്ചു നോക്കി. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാ. അത്യാവശ്യം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാട്ടോ ഇത്. അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യണം കേട്ടാ. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.